ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സുന്ദര നിമിഷം വന്നെത്തിയിരിക്കുന്നു. നമ്മുടെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന, കാതിനെ കുളിരണിയിക്കുന്ന പ്രോഗ്രാമുകളുമായി കുട്ടികൾ റെഡിയാണ്. നമുക്ക് ആസ്വദിക്കാം ഓരോന്നായി. കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്ത കലാരൂപമാണ് തിരുവാതിരക്കളി. ഇന്ന് തിരുവാതിരക്കളി ഇല്ലാതെ ഒരു വേദിയില്ല. നമ്മുടെ കുട്ടികളും നല്ലൊരു തിരുവാതിരക്കളിയുമായി എത്തിയിരിക്കുന്നു. ഉമ്മാൻ്റെ നോമ്പറക്കും ഉമ്മാക്ക് ഇവിടെ എടുത്തിട്ട് വരയിട്ട കാക്കുൻ്റെ നോമ്പറക്കും കിട്ടിയാട്ടാ. ഇതെന്താ കാറിലോ കേട്ടോള. ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? കുട്ടികൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം കരുതുന്നു. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും സുഖമാണ്. അങ്ങനെ പോകണം, മാഷാ അല്ലാ. പിന്നെ നമ്മളെ 25ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അതേപോലെ 25ാമത്തെ നോമ്പിനാണ് നമ്മൾ സ്കൂളത്തെ പരിപാടി നടന്നിട്ടുള്ളത്. അവിടെ വാർഷികമായിട്ട് നടത്തുന്നതാണ് എല്ലാ കൊല്ലം. അപ്പോൾ ഇന്നലെ ആയിരുന്നു അത്. അപ്പോൾ 3 മണി മുതലാണ് പരിപാടി തുടങ്ങുന്നത്. ഞങ്ങൾക്ക് പിന്നെ എന്തായാലും രാവിലെ 9:30 പോകണമല്ലോ. അങ്ങനെ ഞാനവിടെ ഒരു 10 മണിയായപ്പോഴത്തേനെത്തി. അവിടെ എല്ലാ ചില്ലറ പണികളൊക്കെ കഴിച്ച് സെറ്റായി. അതിന് ശേഷം 3 മണി മുതൽ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടേക്ക് പെട്ടെന്ന് ഇങ്ങ് പോരാൻ പറ്റില്ല. നമുക്ക് കുറച്ചെങ്കിലും പരിപാടി കാണണം എന്നൊരു ലക്ഷ്യമുണ്ടല്ലോ. അങ്ങനെ കുറച്ചൊക്കെ പരിപാടി 2 പരിപാടി കാണാൻ നിന്നത്. അപ്പോൾ അതിന് തന്നെ എത്ര ആയി അറിയോ? സമയം 5:15 ഞാൻ പോകുന്നത്. പിന്നെ നോമ്പായതുകൊണ്ട് ഞാൻ അവിടെ തീരെ താല്പര്യം ഉണ്ടായില്ല കേട്ടോ പോരാൻ. പക്ഷേ പോരാതിരിക്കാനും പറ്റില്ല. നോമ്പായത് കാരണം ഉമ്മാക്ക് ഗതികേടാവും 2 കുട്ടികളും കൊണ്ട് കേട്ടോ. അതേ ഞാൻ പോകുന്നത് തന്നെ കേട്ടോ. ഒരാളൊറ്റക്കാണെങ്കിൽ പിന്നെ ഉമ്മ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യും. 2 ആളും കൂടി ആകുമ്പോൾ നോമ്പല്ലേ. വൈകുന്നേരം ഉമ്മാക്ക് ചായയും കടി അതേപോലെ ചോറും കൂട്ടാനും ഇതെല്ലാം പലിച്ചക്കില്ല അതൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ പിന്നെ നമ്മളെ മക്കൾ പറഞ്ഞാൽ ആ പ്രായമാണ് ഇങ്ങനെ ഇട്ട് വട്ടം കിടക്കുന്ന പ്രായം എന്നറിയില്ലേ, ആ ഒരു സമയമാണല്ലോ. ഒരാൾക്ക് 1.5 വയസ്സ്, ഒരാൾക്ക് 4-5 വയസ്സും 5-5.5 കഴിഞ്ഞിട്ടു. അങ്ങനെയൊക്കെ പാടാകുമ്പോൾ ഉമ്മാക്ക് ഗതികേടാവില്ലേന്ന് കരുതിയിട്ട് പോകുന്ന കേട്ടോ. ഒട്ടും പോതില്ല. എനിക്കെൻ്റെ മക്കളെ പരിപാടി, സ്കൂളത്തെ കുട്ടികളൊക്കെ പരിപാടി കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായി. എന്നാലും ഞാൻ 2 പരിപാടി കയ്യോളൊക്കെ നിന്ന് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ പിന്നെ അപ്പോൾ ഇക്കാനോട് ഞാൻ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ നോമ്പറക്കാൻ എത്തുമോ വീട്ടിക്ക് നിച്ചുനെ കൊണ്ടുവരാനെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇക്കാറ് ഇല്ല, ഞാൻ ആ വഴി ട്രിപ്പ് കിട്ടുകയാണെങ്കിലേ വരുള്ളൂ. പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ വിളിച്ച് നോക്കുമ്പോൾ അപ്പാണ് എത്തിയിട്ടുള്ളൂ. അതുവരെ ഈ ഭാഗത്തേക്ക് ട്രിപ്പ് കിട്ടിയില്ല. അങ്ങനെ ഇക്ക നിച്ചും കൂടി ഇങ്ങോട്ട് നിൽക്കണു പറഞ്ഞിട്ടോ. അമ്മ ഞാൻ വീട്ടിലുണ്ട്, എത്തി കരയ്ക്കണം, ഇപ്പോൾ പോയിട്ടുള്ളൂ. അങ്ങനെ എന്തായാലും വേണ്ടില്ല, ഞാൻ വീട്ടിൽ നിന്ന് നോമ്പറന്നു കേട്ടോ. കാരണം ഇവിടെ വന്നിട്ടെങ്കിലൊക്കെ എന്താ സെറ്റാക്കേണ്ടി വരുമോ എന്താ വെച്ചാൽ അറിയില്ലല്ലോ. പിന്നെ ഇക്ക നോമ്പറക്കാൻ പള്ളിക്കൊക്കെ പോയിക്കാണ്. ആ കുട്ടി എന്താണെന്ന് അറിയില്ല കരുതിയിട്ട് ഞാൻ ഓലെന്താ ചെയ്തതെന്ന് അറിയില്ലല്ലോ. ഇപ്പം ഞാൻ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് നോമ്പറന്നു കേട്ടോ. അത് വിളിച്ചു നോക്കിയപ്പോൾ കാരണം ഞാൻ ഇവിടെ എല്ലാം ഉണ്ടാക്കിയേക്കാൻ പള്ളിക്കൊക്കെ പോയിട്ടില്ല എന്നാണ് കേട്ടോ. അങ്ങനെ ഇക്ക ഇവിടെ നിന്ന് തന്നെ നോമ്പറന്നതാണ്. അപ്പോൾ ഇക്ക എന്തൊക്കെ ഉണ്ടാക്കിയെന്നില്ലൊക്കെ നിങ്ങൾ കണ്ടോളിട്ടോ. അന്നത്തെ നോമ്പർക്ക് നിൽക്കാൻ്റെ സ്പെഷ്യലുകൾ എന്തൊക്കെയാണെന്ന് കണ്ടോളി. അതേപോലെ എനിക്ക് പോന്നപ്പോൾ നോമ്പ് തുറക്കാനുള്ളതൊക്കെ എനിക്ക് കിട്ടിയിട്ടോ. ബസ്സിൽ നിന്ന് വെള്ളം, അതുപോലെ നമുക്ക് കാരക്കയും വത്തക്ക അങ്ങനത്തെ സംഭവങ്ങൾ എന്തെല്ലാം കിട്ടി. അപ്പോൾ കൂട്ടുകാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കുറച്ച് പരിപാടികളും പിന്നെ ഇന്നത്തെ സ്നാക്സും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് എന്നിട്ട്. അന്ന് കുറച്ചേരൊക്കെ നിങ്ങൾക്കൊരു ആഘോഷമായിക്കോട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ. അതിനൊരു ഒട്ടും കുറവ് വേണ്ടിയിട്ട് എല്ലാവരും ലൈക്ക് അടിച്ചണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സ്റ്റേജ് സെറ്റ് ചെയ്യാനുണ്ട്. സ്റ്റേജിൽ കസേരയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സർപ്രൈസാണ് മക്കളെ ഇത്. അങ്ങനെ ജയലക്ഷ്മി ടീച്ചർ വന്നത് ടീച്ചർ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചും പറഞ്ഞിട്ടില്ല, കാരണം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എഴുതിയിട്ട്. അങ്ങനെ ഇതാ നല്ലോണം ആകെ ഇതായിക്കോട്ടെ ടീച്ചർ. കാരണം വരുന്നൊരു പ്രതീക്ഷ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് എത്തുമെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. ആ ടീച്ചറെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ എല്ലാവർക്കും. ആദ്യം ഈ സ്കൂളിൽ ടീച്ചറായിരുന്നു കേട്ടോ വർക്ക് ചെയ്തതിന്. ഞാൻ തിരുവാലി സ്കൂളിലേനു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറായി മാറിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റേജ് റെഡിയാക്കിയ സ്റ്റേജിൽ കയറിയിട്ട് ഒന്ന് പ്രസംഗിച്ചിട്ടായിരുന്നു കണ്ട് കയറിയതാണ്. പ്രസംഗിക്കാൻ കിട്ടിയ സമയത്ത് ഈ സാധനം പേടിയേനു.
ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പേടിയില്ല, കൊലാവും ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാനും രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ, രക്ഷിതാക്കൾ ഇവിടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഓൾക്ക് പരിപാടി പങ്കെടുത്ത ഫസ്റ്റ് കിട്ടീനൊക്കെ പ്രൈസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ പ്രസിഡൻറ്റ് വന്നിട്ട് നമ്മളെ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഗേസ് ഇതാണ് നമ്മളെ പ്രസിഡൻറ്റ്. എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ മോഹൻ മാഷുണ്ട്, ഉണ്ണി മാഷുണ്ട്, എല്ലാവരും ഉണ്ട്. പേരെടുത്ത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ അതേപോലെ നമ്മളെ തവക്കൽ ഗോൾഡ് നല്ല സപ്പോർട്ടാണ് കേട്ടോ. നമ്മളെല്ലാ പരിപാടിക്കും വരലുണ്ട്. അതുപോലെയല്ല അത് അങ്ങനെ എല്ലാ പരിപാടിയും ഉദ്ഘാടനം ഓരോരുത്തർ നടത്തുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ തിരിങ്ങനെ കൊളുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പരിപാടിൻ്റെ അനൗൺസ്മെൻറ്റ് ജിഷയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ PTA ഉണ്ട്, ജയ, അങ്ങനെ എല്ലാവരും. പിന്നെ പരിപാടി ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കാൻ കേട്ടോ. ഓരോരുത്തർ ഉദ്ഘാടനം ചെയ്തിട്ട് വേണമല്ലോ ഇപ്പം ഇനിയിപ്പോൾ നമ്മളെ കുട്ടികളെ പരിപാടി അങ്ങ് കാണാനെന്ന് എഴുതിയിട്ട് ഞാനിപ്പോൾ ഇതാ ടീച്ചറോട് പറയുന്നുണ്ട് കേട്ടോ. ടീച്ചർ വന്ന് ഇതാക്കിക്കോന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും കൂടി ഉദ്ഘാടനം എല്ലാം കഴിച്ച് ഇനി നമ്മളെ കുട്ടികളെ പരിപാടി കാത്തിരിക്കാരല്ലേ. അപ്പം ഇനി നമ്മളെ കുട്ടികൾ പലവിധ പരിപാടികളും ഉണ്ട് കേട്ടോ. ഇതാ നമ്മളെ തിരുവാതിര ഞാൻ അധികമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നമ്മളെ കുട്ടികളുടെ തിരുവാതിര കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ നേരത്തിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, മാഷാ അല്ലാഹ്. കുറച്ച് ദിവസം കൊണ്ട് നമ്മളെ കുട്ടികൾ പഠിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ ടീച്ചറെ കഷ്ടപ്പാടെന്ന് തന്നെ പറയണം. ടീച്ചറാണ് ഇതിൻ്റെ ഒരു വിയർപ്പ് പോലെ. കാരണം ടീച്ചർ രാവിലെ അങ്ങ് വന്നു കഴിഞ്ഞാൽ എക്സാം ഉണ്ട്, എക്സാം കഴിഞ്ഞിട്ടാണ് ഇത് പഠിപ്പിച്ചാൽ നിൽക്കുക. പിന്നെ 2 ദിവസമുള്ള എക്സാം ഇല്ല, 2-3 ദിവസം എക്സാം ഇല്ലാത്തേ ഉള്ളൂ. അതിൽ ഒരു തിരുവാതിര മാത്രമൊന്നുമല്ല ടീച്ചർ പഠിപ്പിച്ച കുറേ ഐറ്റംസ് പരിപാടി ഉണ്ട് കേട്ടോ. എല്ലാ 30 കുട്ടികൾക്ക് 30 കുട്ടികളെ പരിപാടി എത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഇതന്നെ വേണം. എല്ലാം ടീച്ചർ റെഡിയാക്കിയതാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പിന്നെ എന്താ തിരുവാതിരയാണെങ്കിൽ അടിച്ച് പൊളിച്ചിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഫുള്ളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്നിട്ട് വീട്ടിലേക്ക് പോകുന്ന കേട്ടോ. ഒരു 5:30 ആയപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടോ. കാരണം നോമ്പല്ലേ, അധികം നമുക്ക് അവിടെ കണ്ടു നിൽക്കാൻ സമയമില്ല. നോമ്പ് തുറന്നാൽ ഭയങ്കര ക്ഷീണമാകും കാര്യങ്ങൾ, അത് വേറെ. പിന്നെ വീട്ടിലേക്ക് ഉമ്മാക്ക് ഗതികേടാവും കുട്ടികളെ കൊണ്ട് നേരിട്ട് ഞാൻ അങ്ങനെ പോന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് കാണിച്ചത് ഇഫ്താർ നോമ്പ് തുറക്കാൻ വേണ്ടി ബസ്സൊക്കെ കൊടുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ബസ്സിൽ ഇന്ന് ഞാൻ എടുത്തു വന്നു. ചിലപ്പോൾ വൈക്കെത്തിയ നോമ്പ് തുറക്കേണ്ടി വന്നാലേ ബാങ്ക് കൊടുത്താലേ എത്തിയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മളെ പാത്രത്തിലിരുന്ന് ഭക്ഷണം കഴിക്കണം നിങ്ങൾ കണ്ടില്ലേ. ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ സാധനങ്ങൾ. ഇതിലെന്താ വത്തക്ക ഉണ്ട്, കക്കിരി ഉണ്ട്, സമൂസ ഉണ്ട് ആ ബോക്സിൽ. പഴംപൊരി പിന്നെ 4 എനിക്ക് ലക്ഷ്മി വെച്ചെടുത്ത് തന്നെ കേട്ടോ. കാരണം ഞാൻ അവിടെ ചെന്നിട്ട് ഒന്നും ഉണ്ടാക്കാൻ നേരമല്ലേ എത്തിയിട്ട്. അങ്ങനെ ഇത് ഉമ്മാക്ക് ഇന്നലെ നോമ്പ് തുറയാണ് കേട്ടോ. ഞങ്ങളെടുത്ത പരിന്ന് സാധനങ്ങൾ കൊടുന്നെടുത്ത്, അതുകൊണ്ട് വന്നിട്ട് കഴിക്കാനായി. ഉമ്മാക്കൊന്നും ഉണ്ടാക്കാനും നേരം ഉണ്ടായില്ലല്ലോ കാരണം കുട്ടീനെ കൊണ്ട്. അപ്പോൾ ഇന്നലെ അവിടെ നോമ്പ് തുറയാണ്. അപ്പോൾ ഞാൻ പോന്നപ്പോൾ ബസ്സിലായപ്പോൾ നോമ്പ് ഇറക്കണമെങ്കിൽ എഴുതിയിട്ട് ജ്യൂസെല്ലാം വാങ്ങിയിട്ടുണ്ടായി. അതാണ് ഫില് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ നീച്ചക്കുട്ടനും ഇക്കയും കൂടി ബാങ്ക് കൊടുക്കാൻ നേരത്തേക്കാണ് എത്തിയതാണ്. പക്ഷെ എന്നാലും ഞാൻ എത്തുമെന്നൊരു പ്രതീക്ഷയില്ല തോന്നുന്നുണ്ട്. പാവം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട പൊരിച്ചിട്ടുണ്ട്, അതേപോലെ ഉള്ളിവടയും വത്തക്കയും മുന്തിരിയും കാരക്കയും പൈനാപ്പിൾ ജ്യൂസും അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇക്ക. ഇതെല്ലാം സെറ്റാക്കി. പക്ഷെ ഞാനിക്ക വന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിലെത്തിയിട്ട് അറിയണ ഇക്ക ഓനം കൊണ്ട് ഇപ്പോൾ പോയിട്ടുള്ളൂ എന്നില്ലേ. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ കൂടിയതുമില്ല കേട്ടോ. അപ്പോൾ ഉമ്മ നിങ്ങൾ ഏതായാലും ഇവിടുന്ന് നോമ്പ് തുറന്നു, 2 അങ്ങോട്ട് പോയി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കുകയും ചെയ്തു. 2 ഇവിടുന്ന് നോമ്പ് തുറന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാരങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ കണ്ടു. എങ്ങനെയുണ്ട് നമ്മളെ വീഡിയോസൊക്കെ? ഞാൻ അധികമല്ല, ഞാൻ അപ്പോൾ അവിടെ ഉണ്ടായതിന് വീഡിയോസ് മാത്രമേ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അല്ലാത്ത എല്ലാം സെറ്റായതിന് ശേഷം നമുക്ക് സ്കൂളത്തെ പരിപാടിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ അടിച്ചിട്ടാ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.